PSC ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ മാത്സ് വീഡിയോ സീരീസിലെ മൂന്നാമത്തെ ക്ലാസ് ആണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും. സോ സമയം കളയേണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നാൽ ഇച്ചിരിയേ ഉള്ളൂ, സംഭവം ഇച്ചിരിയേ ഉള്ളൂ. ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു പാറ്റേൺ, എന്താ പറയുക, ഒരു ഫോർമാറ്റ് ഉണ്ട് ചോദ്യങ്ങൾക്ക്. അതങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം. മക്കളെ, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? P/Q രൂപത്തിൽ എഴുതാൻ പറ്റുന്നതാണ്. അതേപോലെ എന്ത് പൂജ്യമായിരിക്കരുത്? ഈ Q എന്ന് പറയുന്ന ആൾ പൂജ്യമായിരിക്കരുത്. Q not equal to 0. കാരണം എന്താ? Q not equal to 0. കാരണം എന്താ? 0 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. ഡിവിഷൻ ബൈ 0 ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ്. അതുകൊണ്ട് നമുക്ക് P/Q രൂപത്തിലായിരിക്കണം. Q 0 ആയിരിക്കരുത്. താഴെ തന്നിരിക്കുന്നവയിൽ ഭിന്നസംഖ്യ അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ 5/0 ഭിന്നസംഖ്യ അല്ല. അത്ര ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. ഇനി ഈ മുകളിൽ എഴുതുന്നവനെ എന്ത് വിളിക്കും? ഈ PA എന്ത് വിളിക്കും? അംശം എന്ന് വിളിക്കും. മലയാളത്തിൽ അംശം, ഇംഗ്ലീഷിൽ ന്യൂമറേറ്റർ. താഴെ എഴുതുന്ന Qനെ എന്ത് വിളിക്കും? ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ. സോ അംശവും ഛേദവും. അപ്പോൾ ഒരു ഭിന്നസംഖ്യയ്ക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കും? അംശവും ഉണ്ടായിരിക്കും, ഛേദവും ഉണ്ടായിരിക്കും. ഇനി അടുത്ത കാര്യം, ഭിന്നസംഖ്യകളെ നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്. ഭിന്നസംഖ്യകളെ എത്ര ആയിട്ട് തിരിച്ചിട്ടുണ്ട്? 3 തിരിച്ചിട്ടുണ്ട്. 3 തരം ഭിന്നസംഖ്യകളുണ്ട്. അതിൽ ആദ്യത്തേതിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. അല്ലെങ്കിൽ മലയാളത്തിൽ പറയും സാധാരണ ഭിന്നം. ഇനി രണ്ടാമത്തേതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അല്ലെങ്കിൽ മലയാളത്തിൽ പറയും വിഷമഭിന്നം. ഇനി മൂന്നാമത്തേതാണ് മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്രഭിന്നം. അപ്പോൾ ഭിന്നസംഖ്യകൾ എത്ര തരമുണ്ട്? 3 തരമുണ്ട്. ഏതൊക്കെയാണ്? പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സാധാരണ ഭിന്നം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമഭിന്നം, മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്രഭിന്നം. എന്തൊക്കെയാന്ന് നോക്കാം. എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ? ഇതാണ് ഫ്രാക്ഷൻ, ഇങ്ങനെ ആയിരിക്കണം. ഇതാണ്ടാ പോലീസ് എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ആയിരിക്കണം എന്ത്? ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ ഉത്തരം എപ്പോഴും, അതായത് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം എപ്പോഴും <1 ആയിരിക്കും, 1നേക്കാൾ ചെറുതായിരിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ താഴെ കിടക്കുന്നവൻ വലിയവനായിരിക്കും. അതായത് ഉദാഹരണം എന്താ? 1/2, 3/4, 5/6, 9/10 അല്ലേ? എന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് കൂടി വരണമെന്നൊന്നും ഇല്ല. ഇപ്പോൾ വേറെ പ്രോപ്പർ ഫ്രാക്ഷൻ ഉദാഹരണം പറയുകയാണെങ്കിൽ 13/27 പ്രോപ്പർ ഫ്രാക്ഷനാണ്. കാരണം 13നെ ഇവിടെ നിങ്ങൾ ഈ 13നെ 27 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 1നേക്കാൾ ചെറുതല്ലേ കിട്ടത്തുള്ളൂ. നിങ്ങൾ 1നെ 2 കൊണ്ട് ഹരിച്ച് നോക്കിക്കുക, 0.5 അല്ലേ കിട്ടുക. 3നെ 4 കൊണ്ട് ഹരിച്ച് നോക്കിക്കുക, 3/4 അല്ലേ കിട്ടുക. 5നെ 6 കൊണ്ട് ഹരിച്ച് നോക്കുക, 9നെ 10 കൊണ്ട് ഹരിച്ച് നോക്കുക. ഇവിടെ എല്ലാം നിങ്ങൾക്ക് 1നേക്കാൾ ചെറുതായിരിക്കും കിട്ടുക. അപ്പോൾ ഇതാണ് സാധാരണ ഭിന്നം അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ. ന്യൂമറേറ്ററിനേക്കാൾ വലിയ ഡിനോമിനേറ്റർ വരും. ഡിനോമിനേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ന്യൂമറേറ്റർ, ദെൻ ഇറ്റ്സ് കോൾഡ് എ പ്രോപ്പർ ഫ്രാക്ഷൻ. അല്ലേ? അംശത്തേക്കാൾ വലിയ ഛേദം, താഴെ കിടക്കുന്നത് വലുതായിരിക്കും. അതിനെ പറയുന്ന പേരാണ്, താഴെയുള്ള സംഖ്യ വലുതാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സാധാരണ ഭിന്നം. ഇനി അടുത്തത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമഭിന്നം. എന്ന് പറഞ്ഞാൽ എന്താ? വിഷമഭിന്നം ഇവിടെ നമ്മൾ പറഞ്ഞത് നേരെ തിരിച്ചു പറയും. ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. മുകളിലുള്ളതിനെ താഴെയുള്ളത് കൊണ്ട് ഹരിച്ചാൽ, അല്ലെങ്കിൽ അംശത്തെ ഛേദം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 1നേക്കാളും വലുതാണെങ്കിൽ അങ്ങനെയുള്ള ഭിന്നസംഖ്യകളെ പറയുന്ന പേരാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമഭിന്നം. ഇതെല്ലാം അങ്ങ് തിരിച്ചിട്ടാൽ മതി. 2/1, 3/4നെ എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് 4/3, 6/5, 10/9. ഇവിടെ 27/13. നിങ്ങൾ 2നെ 1 കൊണ്ട് ഹരിച്ച് നോക്കിക്കുക, 2 അല്ലേ കിട്ടുക. 4നെ 3 കൊണ്ട് ഹരിച്ച് നോക്കിക്കുക, 1 പോയിന്റ് സംതിങ് കിട്ടും. 6നെ 5 കൊണ്ട് ഹരിച്ച് നോക്കിക്കുക, 1 പോയിന്റ് സംതിങ് കിട്ടും. അല്ലേ? ഇപ്പോഴത്തെ വേറെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ 50/25 കൃത്യം 2 കിട്ടിയില്ലേ? അല്ലെങ്കിൽ 60/17. അപ്പോൾ ഇതെല്ലാം എന്താണ്? 60നെ 17 ഹരിച്ചാൽ 3 പ്രാവശ്യം ആകുമ്പോൾ 51, പിന്നെ ബാക്കി 3 പോയിന്റ് സംതിങ് കിട്ടും. അപ്പോൾ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും.
കേട്ടോ. പണ്ട് കാലത്തൊക്കെ PSC ചോദിക്കുമായിരുന്നു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വിഷമഭിന്നം അല്ലെ മിശ്രഭിന്നം. മിശ്രഭിന്നം അങ്ങനെ ചോദിക്കാറില്ല. ഈ പ്രോപ്പറും ഇംപ്രോപ്പറും പിള്ളേർക്ക് അറിയാമോ എന്ന് ചെക്ക് ചെയ്യുന്ന ചോദ്യങ്ങൾ വൺസ് അപ്പോൺ എ ടൈം PSC ചോദിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. എന്നാലും ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാൽ ചില ചോദ്യങ്ങളിൽ നമുക്കത് പ്രയോജനപ്പെടും. അടുത്തതാണ് മിക്സഡ് ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷൻ എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ മറ്റൊരു രൂപമാണ്. എല്ലാ ഇംപ്രോപ്പർ ഫ്രാക്ഷനുകളും മിക്സഡ് ഫ്രാക്ഷനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കിടക്കുന്ന ഈ 4/3 ഞാനിങ്ങനെ എടുക്കുവാണേ. 4/3 4/3 എന്താ? 4/3 എന്താ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലേ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് എന്ത്? 4/3 അല്ലെങ്കിൽ വിഷമഭിന്നം. ഞാൻ ഈ 4നെ 3 കൊണ്ട് ഹരിക്കാൻ പോവാം. അതാണല്ലോ ഇവിടെ പറഞ്ഞേക്കുന്നത്. 4/3 എന്ന് പറഞ്ഞാൽ 4നെ 3 കൊണ്ട് ഹരിക്കുക. ഞാൻ ഈ 4നെ 3 കൊണ്ട് ഹരിക്കുക. ഒരു പ്രാവശ്യമായി 3. ശിഷ്ടം എത്ര കിട്ടി? 1. നമ്മൾ ഈ സാധനത്തിനെ വിളിക്കുന്ന പേര് കോഷ്യൻ്റ് എന്ന അല്ലെങ്കിൽ ഹരണഫലം. ഈ സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് റിമൈൻഡർ എന്ന ശിഷ്ടം. ഈ സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡിവൈസർ എന്ന ഹാര്യകം. അപ്പോൾ QRD ഹരണഫലം, ശിഷ്ടം, ഹാര്യകം. ഓക്കെ, ഇനി നമ്മൾ ഇത് എഴുതുന്നത് എങ്ങനെ? ഇതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ഹരിച്ചപ്പോൾ 1 കിട്ടി, പിന്നെ ഒരു ബാക്കി 1 കിട്ടി. 4ൽ 3 എത്ര ഉണ്ടെന്നാണ് നമ്മൾ ചോദിച്ചേ. ഒരു പ്രാവശ്യം ഉണ്ട്. അതായത് 4 കസേര 3 പേർക്ക് പോയി ഇരിക്കണം. ആ 3 പേർക്ക് 3 പേർക്കും ഓരോ പ്രാവശ്യം ഇരിക്കണം. 3 പേര് ഒരു സെറ്റായിട്ട് പോയി. അവർക്ക് ഒരു സെറ്റുകാർക്ക് അവിടെ ഇരിക്കാം. പിന്നെ ഒരു കസേര ബാക്കിയുണ്ട് അല്ലേ? 4നെ 3 കൊണ്ട് ഹരിച്ചാൽ ഇതല്ലേ സംഭവിക്കുക? അതായത് 3 എണ്ണം വീതം 4ൽ എത്ര എണ്ണം പോകും? ഒരു പ്രാവശ്യം പോകും, പിന്നെ ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മളിത് എങ്ങനെ എഴുതുന്നത്? 1 പിന്നെ ഒരു 1 ബാക്കിയുണ്ട്. ആ 1നെ നമ്മൾ എന്തുകൊണ്ട് ഹരിക്കും? ഈ 3 കൊണ്ട് ഹരിക്കും അല്ലേ? അപ്പം 4/3 എന്ന് പറഞ്ഞാൽ അതെന്താണ്? 1 and 1/3. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കാം. QRD എന്ന് പറയാം. QRD. കോഷ്യൻ്റ് ആദ്യം എഴുതണം 1, റിമൈൻഡർ എഴുതണം 2, പിന്നെ റിമൈൻഡർ 2 ഉണ്ടല്ലോ, റിമൈൻഡർ 1 അല്ലേ? റിമൈൻഡർ എഴുതണം 1 ഡിവൈഡഡ് ബൈ ഡിവൈസർ എഴുതണം എത്ര? 3. സോ 1 and 1/3. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാം. സോ ഈ ഒരു QRD ഫോർമാറ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ 4/3 എന്ന് പറയുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മൾ എന്താക്കി മാറ്റി? 1 and 1/3 ആക്കി മാറ്റി. ഏത്? QRD വെച്ചിട്ട് അല്ലേ? അപ്പോൾ എല്ലാ ഇംപ്രോപ്പർ ഫ്രാക്ഷനെയും നമുക്കിങ്ങനെ എഴുതാം. ഇപ്പോൾ ഉദാഹരണത്തിന് 7/5 ഇംപ്രോപ്പർ ആണേ. അതെ, നമ്മൾ എന്ത് ചെയ്യും? 7നെ 5 കൊണ്ട് ഹരിക്കും. ഒരു പ്രാവശ്യം 5 വന്നു. ശിഷ്ടം എത്ര? 2. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതണം? Q എഴുതണം. ഹരണഫലം ഏതാ? 1. പിന്നെ റിമൈൻഡർ എഴുതണം എത്ര? 2. പിന്നെ 5 എഴുതണം, ഡിവൈസർ എഴുതണം 5. സോ 1 and 2/5 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെ പറയുന്ന പേരാണ് മിക്സഡ് ഫ്രാക്ഷൻ. എന്തുകൊണ്ടാണ് ഈ മിക്സഡ് എന്ന് വിളിക്കുന്നത്? മിക്സഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സാധനം മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് പറയത്തില്ല? മിക്സഡ് എന്ന് പറയത്തില്ല. മിക്സഡ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ മിനിമം 2 സാധനം വേണം. ഇവിടെ 2 സാധനങ്ങളുണ്ട്. എന്തൊക്കെയാ? 1 എന്ന് പറയുന്ന ഒരു പൂർണ്ണസംഖ്യയും പിന്നെ 2/5. ഈ 2/5 എന്ന് പറയുന്നത് എന്താ? 2/5 എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. 2/5 എന്ത് തരം ഭിന്നസംഖ്യ? നമ്മൾ പഠിച്ച ഏതെങ്കിലും ഭിന്നസംഖ്യയാണോ 2/5? താഴെയുള്ള ആൾ വലുതല്ലേ? ഡിനോമിനേറ്റർ വലുതല്ലേ? അപ്പോൾ പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ എന്താ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു പൂർണ്ണസംഖ്യയും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും ചേരുന്നതാണ് അല്ലേ? ഒരു നമ്പറും ഒരു ഇൻറ്റിജറും പിന്നെ ഒരു പ്രോപ്പർ ഫ്രാക്ഷനും, ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും കൂടി ചേരുന്നതിനെ പറയുന്ന പേരാണ് മിക്സഡ് ഫ്രാക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഫ്രാക്ഷൻ 2 എണ്ണേ ഉള്ളൂ. ഈ രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ മറ്റൊരു രൂപമാണ് മൂന്നാമത്തെ ഫ്രാക്ഷൻ. അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എന്താക്കി എടുത്തേക്കുകയാണ്? മിക്സഡ് ഫ്രാക്ഷനാക്കി എടുത്തേക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. 6/5 എന്ന് പറയുമ്പോൾ 6നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കും. ഒരു പ്രാവശ്യം 5 ശിഷ്ടം 1. ആദ്യം നമ്മൾ കോഷ്യൻ്റ് എടുത്ത് എഴുതും 1, പിന്നെ റിമൈൻഡർ എടുത്ത് എഴുതും 1, പിന്നെ ഡിവൈസർ എടുത്ത് എഴുതും 5. അപ്പോൾ 1 and 1/5. അതായത് 6/5നെ നമ്മൾ എങ്ങനെയാക്കി? 6/5 എന്ന് പറയുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനെ
അല്ലെങ്കിൽ വിഷമഭിന്നത്തെ നമ്മൾ എന്താക്കി മാറ്റി? മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റി. അപ്പോൾ ഇങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നത്. ഇനി തിരിച്ച് ചെയ്യേണ്ടേ, നമുക്ക് തിരിച്ച് ചെയ്യേണ്ടേ 1 and 1/5 നമുക്ക്, അതായത് ഈ മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് എന്താക്കണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. അതിനെന്താ ചെയ്യുക? അതിന് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ 5 ഉണ്ടല്ലോ, ഈ 5നെ ഈ 1 കൊണ്ട് ഗുണിക്കുക. 5 × 1 എത്ര കിട്ടി? 5. ആ കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ ഈ 1 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്? 6. ഡിവൈഡഡ് ബൈ, ഇവിടെ നിങ്ങൾ ഹരിക്കുന്ന നമ്പർ ഏതാ? ഇതാണ് ഡിവൈസർ, അതുകൊണ്ട് അങ്ങ് ഹരിക്കുക. സോ 6/5 അല്ലേ? വേറൊരു നമ്പർ 2 and 3/4. 2 and 3/4. ഇതിനെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ 4നെ 2 കൊണ്ട് ഗുണിക്കണം. 4 × 2 8 അല്ലേ? ആ കിട്ടിയ 8ൻ്റെ കൂടെ ഈ 3 കൂടെ കൂട്ടണം. 8 3 എത്ര കിട്ടും? 11. ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള ഈ 4 കൊണ്ട് ഹരിക്കണം. 11/4. മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. 4 and 5/6. എന്താ ചെയ്യണ്ടേ? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ആദ്യത്തെ സ്റ്റെപ്പ് ഇതാ, ഈ 6നെ ഈ 4 കൊണ്ട് ഗുണിക്കണം. 6 × 4 24. ആ കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ ഈ 5 കൂട്ടണം. 24 5 29. സോ 29 എടുത്ത് എഴുതുക. ഡിവൈഡഡ് ബൈ ഡിവൈസർ. ഡിവൈസർ എത്ര? 6. സോ 29/6. കണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനും മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാനും പഠിച്ചു. അപ്പോൾ ഫ്രാക്ഷൻസ് എന്താണെന്ന് പറഞ്ഞു. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ P/Q രൂപത്തിൽ എഴുതാൻ പറ്റുന്നതാണ്. Q ഒരിക്കലും 0 ആയിരിക്കത്തില്ല. ഫ്രാക്ഷൻസ് 3 തരമുണ്ട്. ഏതൊക്കെയാണ്? പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സഡ്. ഓക്കെ, ഇനിയാണ് നമുക്ക് ഡെസിമലിലേക്ക് വരിക. നമ്മൾ ഡെസിമൽസ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രാക്ഷൻ തന്നെ മറ്റൊരു രൂപമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 1/2. നിങ്ങൾ 1നെ 2 കൊണ്ട് ഹരിച്ച് നോക്കുക. 1 ഡിവൈഡഡ് ബൈ 2. 1ൽ 2 അടങ്ങത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കും. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? ഒരു 0 വരും. 10ൽ 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 5 അല്ലേ? അപ്പോൾ 1/2 എന്ന് പറഞ്ഞാൽ എന്താ? 0.5. അപ്പോൾ ഈ ഫ്രാക്ഷൻ്റെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷനും ഡെസിമലും എല്ലാം എന്ത് തന്നെ ഈക്വൽ ആണ്. ഫ്രാക്ഷൻ തന്നെയാണ് എന്ത്? ഡെസിമൽ. ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5 കിട്ടും. പക്ഷേ അവിടെ അപ്പോൾ പോയിന്റ് വരുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് 5.0 എന്ന് എഴുതാം. അങ്ങനെ നമ്മൾ എഴുതാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 10/2 നിങ്ങൾക്ക് 5 കിട്ടി. പക്ഷേ നിങ്ങൾ 1നെ 2 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് അവിടെ 0.5 കിട്ടും. അങ്ങനെ ഈ പോയിന്റ് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ദശാംശ സംഖ്യകൾ എന്ന് പറയുക. ഡെസിമൽസ് എന്ന് പറയുന്നത് അവിടെയാണ്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, ഇപ്പം സാധാരണ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, 2 ഭിന്നസംഖ്യകൾ തന്നിട്ട് ഏതാണ് വലുതെന്ന് ചോദിക്കാം. ഇപ്പം ഉദാഹരണത്തിന് 2/5 ആണോ വലുത്, 3/4 ആണോ വലുത്? അപ്പോൾ സാധാരണഗതി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഹരിച്ച് നോക്കും. 2നെ 5 കൊണ്ട് ഹരിക്കുന്നു അല്ലേ? അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 5 അല്ലേ? പോയിന്റ് കൊടുക്കുന്നു. അപ്പോൾ 20 ആവുന്നു 4 പ്രാവശ്യം. അപ്പോൾ എത്ര കിട്ടി? 0.40 or 0.4. 3/4 നമുക്കറിയാം 0.75 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏതാണ് വലുത്, ഏതാണ് വലുത്? 0.75. അപ്പോൾ ഇങ്ങനെ ഹരിച്ചു നോക്കി നമുക്ക് എഴുതാം. എന്നാൽ കുറച്ചുകൂടി എളുപ്പമൊരു വഴിയുണ്ട്. എന്താണ്? നിങ്ങൾ ഈ 4 കണ്ടോ? ഇതിൻ്റെ ഡിനോമിനേറ്റർ കണ്ടോ? ഒരു സംഖ്യയുടെ ഡിനോമിനേറ്ററും അല്ല ഒരു ഭിന്നസംഖ്യയുടെ ഡിനോമിനേറ്ററും മറ്റൊരു ഭിന്നസംഖ്യയുടെ ന്യൂമറേറ്ററും തമ്മിൽ ഗുണിക്കുക. 4 × 2 എത്ര കിട്ടി? 8. അത് അതിൻ്റെ മുകളിൽ, ഇവിടുന്ന് അങ്ങോട്ടല്ലേ നമ്മൾ ഗുണിച്ചേ, അപ്പോൾ അതിൻ്റെ മുകളിൽ എഴുതി വെക്കുക. ഇനി അതേപോലെ തന്നെ ഈ 5നെയും ഈ 3നെയും കൂടെ ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 5 × 3 15. അത് അതിൻ്റെ മുകളിൽ എഴുതി വെക്കുക. ആരുടെ മുകളിലാണ് വലുത് വന്നേ? ആരുടെ മുകളിലാണ് വലുത് വന്നേ? ഈ 3/4ൻ്റെ മുകളിൽ. 8 ആണോ 15 ആണോ വലുത്? 15 വലുത്. അത് എവിടെയാണ് വന്നേ? 3/4. സോ വലുത് ഏതാണ്? 3/4 ആണ് വലുത് അല്ലേ? നമുക്കും അങ്ങനെ തന്നെയല്ലേ കിട്ടിയത്? അതെ. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 7/8 ആണോ വലുത്, 3/9 ആണോ വലുത്? 3/9 ആണോ വലുത്? അവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ 9നെ 7 കൊണ്ട് ഗുണിക്കും. 9 × 7 63 എന്ന് കിട്ടും. 8 × 3 24. ഏതാ വലുത്? 63 ആണോ 24 ആണോ വലുത്? 63. 63 എവിടെ വന്നേ? 7/8. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 1/11 ആണോ വലുത്, 2/13 ആണോ വലുത്?
ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നു. ആദ്യം എന്ത് ചെയ്യുന്നു? 13നെ 1 കൊണ്ട് ഗുണിക്കുന്നു, 13 എന്ന് കിട്ടുന്നു. 11നെ 2 കൊണ്ട് ഗുണിക്കുന്നു, 22 എന്ന് കിട്ടുന്നു. സോ 13 ആണോ 22 ആണോ വലുത്? ഏതാ വലുത്? 22. അപ്പോൾ നമുക്ക് 2/13 എന്ന് കിട്ടും. 2/13 എന്ന് കിട്ടും. 2/13 ആണ് വലുത്. അപ്പോൾ ആരുടെ മുകളിലാണോ വലുത് വരുന്നത് അതാണ് വലുത്. ഇനി മറ്റൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കുറേ ഭിന്നസംഖ്യകൾ ഇങ്ങനെ അടുപ്പിച്ച് നിങ്ങൾക്ക് തരുക. 1/2, 2/3, 4/5, 8/9, അതുപോലെ പിന്നെ വേറെ ഒരെണ്ണം കൂടെ എഴുതാം. നമുക്കൊരു 5/7. ഇത്രയും ഭിന്നസംഖ്യകൾ തന്നു. ഇതിനെ ആരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതുക. അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ ചോദിക്കും. അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ ചോദിക്കും. ഇപ്പം ഉദാഹരണത്തിന് അപ്പോൾ നമ്മൾ സാധാരണഗതി എന്താ ചെയ്യുക? നമ്മൾ ഇതിനെ എല്ലാത്തിനെയും ഹരിച്ചത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഏതെങ്കിലും 2 എണ്ണം എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഇപ്പോൾ ഈ 2 എണ്ണം എടുക്കുന്നു, ഈ 2 എണ്ണം എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് ചെയ്ത് നോക്കി ഏതാ വലുതെന്ന് നോക്കുന്നു. എന്നിട്ട് ആ വലുതും അടുത്ത വലുതും കൂടെ അങ്ങനെ നോക്കി ചെയ്യാം. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്ന പോലെ നിങ്ങളങ്ങ് ചെയ്താൽ മതി. നിങ്ങളെല്ലാത്തിൻ്റെ അപ്പുറത്ത് മുകളിൽ മാത്രം ഒരു 0 കൊടുക്കുക. 10, 20, 40, 80, 50. എന്നിട്ട് അപ്രോക്സിമേറ്റ്ലി ഹരിക്കുക. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5, 20നെ 3 കൊണ്ട് ഹരിച്ചാൽ 6, 3, 18, പിന്നെ വീണ്ടും അപ്പോൾ 6.6 എന്ന് കിട്ടും. 40നെ 5 കൊണ്ട് ഹരിച്ചാൽ 8, 9നെ 8 കൊണ്ട് ഹരിച്ചാൽ 9, 8, 72 അല്ലേ? 9 8 പ്രാവശ്യം ആകുമ്പോൾ 72, വീണ്ടും 8, അപ്പോൾ 8.8 അങ്ങനെ കിട്ടും. ഇനി 50/7 എന്ന് പറയുമ്പോൾ 7 പ്രാവശ്യമായപ്പോൾ 49, വീണ്ടും ഒരു 1 ഉണ്ട്, വീണ്ടും 7.1 എന്ന് കിട്ടും. ഇത് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ചോദ്യം എന്താ? അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്നാ ചോദ്യം അല്ലേ? അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ ചോദിച്ചാൽ ഇനിയിപ്പോൾ എളുപ്പമല്ലേ? ഏറ്റവും ഇപ്പം അസെൻഡിങ് ഓർഡർ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക എന്ന് വിചാരിച്ചു. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുമ്പോൾ ഏറ്റവും ചെറുത് എവിടെ വരിക? ഏറ്റവും ചെറുത് 5 അല്ലേ? അതെ. പിന്നെ 6.6, അപ്പോൾ ഇത് 2ാമത് എഴുതണം. പിന്നെ 7.1 അത് 3ാമത് എഴുതണം. പിന്നെ ഇത് 4ാമത് എഴുതണം. ഇത് 5ാമത് എഴുതണം. അസെൻഡിങ് എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പോൾ നമുക്ക് മാറ്റി എഴുതാം. 1/2 ആദ്യം എഴുതണം, 2/3 പിന്നെ എഴുതണം, 5/7 പിന്നെ എഴുതണം, 4/5 പിന്നെ എഴുതണം, 8/9 പിന്നെ എഴുതണം. അപ്പോൾ ഇത് നമുക്ക് അസെൻഡിങ് ഓർഡർ. ഇനി തിരിച്ചാണെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്രാക്ഷനെ റാങ്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഇത് സംഭവം ചെയ്തു പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഒരു ചോദ്യമാണ്. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 3/4 ഈസ് ഈക്വൽ ടു x/8. അപ്പോൾ ഇത് വളരെ എളുപ്പം. ഇത് ഈസ് ആക്ച്വലി റേഷ്യോ. കാരണം എന്താ? ഇപ്പോൾ 3:4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 3:4 എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അതേപോലെ x/8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? x:8 എന്നാണ്. അപ്പോൾ 3:4 എന്ന റേഷ്യോന് ഈക്വൽ ആണ് എന്ത്? x:8 അല്ലേ? അപ്പോൾ 4 8 എന്താ അവിടെ സംഭവിച്ചേ? 4 8 ആവുക എന്ന് പറയുമ്പോൾ × 2 കൊണ്ട് ഗുണിച്ചു അല്ലേ? അപ്പോൾ 3 എന്ത് ചെയ്യണം? നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. സോ x=r എന്ന് കിട്ടിയില്ലേ? ഇനി അല്ലെങ്കിൽ ഇങ്ങനെ റേഷ്യോ ആക്കി സൈഡിലോട്ട് മാറ്റി എഴുതുമൊന്നും വേണ്ട. ജസ്റ്റ് മനസ്സിലാലോചിച്ചാൽ മതി. 4 8 ആയപ്പോൾ എന്താ അവിടെ സംഭവിച്ചേ? × 2. അപ്പോൾ 3x ആവുമ്പോഴും എന്ത് തന്നെ സംഭവിക്കണം? ഇവിടെ വന്ന അതേ മാറ്റം തന്നെ അവിടെയും വരണം. സോ × 2. സോ 3 × 2 ആണ് എക്സ് കിട്ടേണ്ടത്. സോ x=3 × 2 = 6. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യവും നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യും? 1/6 + 1/12 + 1/20 + 1/30 + 1/42 + 1/56. ഇപ്പോൾ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുക. ഇപ്പം അഡീഷനാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അഡീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ഭിന്നസംഖ്യ തമ്മിൽ എനിക്ക് കൂട്ടണം. ഇപ്പോൾ 2/7 + 1/7 ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ?
ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണെങ്കിൽ ആ കോമൺ ഡിനോമിനേറ്റർ എടുത്തങ്ങ് എഴുതുക. എന്നിട്ട് 2, 1, 3 ഇത്രയേ ഉള്ളൂ. കുറയ്ക്കാനാണെങ്കിലും ഇങ്ങനെയാണ്. അപ്പോൾ സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ വളരെ എളുപ്പമാണ്. ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ ആണെങ്കിലോ, ഇപ്പോൾ 2/3 + 1/7 ഇങ്ങനെ വന്നാലോ? 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ 3ൻ്റെയും 7ൻ്റെയും LCM എടുത്തിട്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ LCM ഞാൻ തൽക്കാലം അങ്ങ് സ്കിപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് LCMനേക്കാളും കുറച്ചുകൂടി എളുപ്പം നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ വലിയ ഫ്രാക്ഷനൊക്കെ വരുവാണെങ്കിലാണ് നമുക്ക് LCM മെത്തേഡ് യൂസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമുക്ക് ചെറിയ 2 ഭിന്നസംഖ്യകളാണെങ്കിൽ നമുക്ക് LCMൻ്റെ ആവശ്യമില്ല. LCM ഞാനതിന് ശേഷം പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് തമ്മിൽ നമ്മൾ എങ്ങനെ കൂട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 7നെ 3 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 21. പിന്നെ ഈ 7നെ 2 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 14. ഈ 3നെ 1 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 3 × 1 3. അപ്പോൾ 14 3 17 / 21. ഇനി നമുക്ക് LCM ഉപയോഗിച്ചത് എങ്ങനെ ചെയ്യാം? ഞാൻ LCM ഉപയോഗിച്ച് ചെയ്യാൻ പോവാം. അതായത് 2/3 + 1/7. 3ൻ്റെ 7ൻ്റെ LCM എത്ര? അപ്പം അതായത് 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും വരണം, 3ൻ്റെ ടേബിളിലും വരണം, എന്നാൽ ഏറ്റവും ചെറുതായിരിക്കണം. അപ്പോൾ 2ൻ്റെയും കോമൺ മൾട്ടിപ്പിളിൽ ഏറ്റവും ചെറുതായിരിക്കണം. സോ അങ്ങനെ വരുന്ന ഏതാണ്? 2 പേരുടെയും മൾട്ടിപ്പിൾ ഏറ്റവും ചെറുതെന്ന് പറയുമ്പോൾ 21. ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 21നെ ഈ 3 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? അതായത് നമ്മളിപ്പോൾ LCM എടുത്ത് എഴുതിയില്ലേ? 21നെ 3 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? 7. ആ കിട്ടിയ ഉത്തരത്തിനെ ഇതുകൊണ്ട് ഗുണിക്കുക. 21നെ 3 കൊണ്ട് ഹരിച്ച് എത്ര കിട്ടി? 7 കിട്ടി. ആ 7നെ ന്യൂമറേറ്റർ കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 14. പ്ലസ് അതേപോലെ ഇവിടെ 21നെ 7 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? 3. ആ 3നെ 1 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 3 അല്ലേ? 14 3 17 / 21. 17 / 21. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് അഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 രീതിയിലും നമുക്ക് ചെയ്യാം. അപ്പം സെയിം ഡിനോമിനേറ്റർ വന്നാലും ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ വന്നാലും. ഇനി മൾട്ടിപ്ലിക്കേഷൻ. ഫ്രാക്ഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വളരെ എളുപ്പമാണ്. ഭിന്നസംഖ്യകളെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നതും വളരെ എളുപ്പമാണ്. ഇപ്പം 2 ഫ്രാക്ഷനെ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് 2/3 × 9/8 നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കണ്ണു അടച്ചാൽ ഗുണിക്കുക. 9 × 2 18. 3 × 8 എത്ര കിട്ടും? 24. അപ്പോൾ എത്ര കിട്ടി? 18 / 24. 18 / 24 എന്ന് നമുക്ക് കിട്ടി. 18 / 24നെ ഒന്നുകൂടെ ചെറുതാക്കി നമുക്ക് എങ്ങനെ എഴുതാം? കാരണം 2നെയും നമുക്ക് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതല്ലേ. 18നെ 6 കൊണ്ട് ഹരിച്ചാൽ 6 3 18. 24നെ 6 കൊണ്ട് ഹരിച്ചാൽ 6 4 24. സോ 3/4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടി? 3/4 എന്ന് ആൻസർ കിട്ടി. ഇനി എന്താ? ഇനി നമുക്ക് ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇങ്ങനെ ചെയ്യണ്ടോ? നമുക്ക് വേറെ വെട്ടിക്കളഞ്ഞ് ചെയ്തുകൂടെ? ചെയ്യാം. ഇനി എങ്ങനെ ഈ വെട്ടിക്കളയുന്നതെന്ന് പറഞ്ഞുതരാം. വെട്ടിക്കളയുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇതിൽ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, സാറേ എങ്ങനെയാണ് ഈ വെട്ടിക്കളയുന്നതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണ്? നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ വെട്ടിക്കളയുക എന്ന് പറഞ്ഞ മക്കളെ സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 8ഉം ഇവരെ ആരുടെയെങ്കിലും ഒരാളുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ? 2നെ 2 × 1 എന്ന് എഴുതാം. 8നെ 2 × 4 എന്ന് എഴുതാം അല്ലേ? അതായത് 2 × 1 / 2 × 4 അല്ലേ? ഇപ്പോൾ 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. അതുകൊണ്ടാണ് വെട്ടിക്കളയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഇനി 9നെ നമുക്ക് 3 × 3 എന്ന് എഴുതാം. 3 × 1 എന്ന് എഴുതാം. അതായത് 3 × 3 / 3 × 1. അപ്പോൾ നമ്മൾ ഈ 3 വെട്ടിക്കളയും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ കണ്ടോ, വെട്ടിക്കളഞ്ഞപ്പോൾ കുറച്ചുകൂടി എളുപ്പമായില്ലേ? 3/4 എന്ന് നമുക്ക് എഴുതാം. വേറൊരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ 7/8 × 24 / 35. ഇങ്ങനെ ഇത് നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്നത് എങ്ങനെ നമുക്ക് വെട്ടിക്കളയാം? 7 × 1 7 × 5 അല്ലേ? 7ൻ്റെ മൾട്ടിപ്പിളാണ് 2. 8ഉം 24. 2ഉം 8ൻ്റെ മൾട്ടിപ്പിളാണ്. 8 × 1 8 × 3. അപ്പോൾ മുകളിൽ 3 താഴെ 5. സോ നമുക്ക് എന്ത് പറയാം? 3/5. അപ്പോൾ അങ്ങനെ നമുക്ക് വെട്ടിക്കളഞ്ഞ് ചെയ്യാം. അപ്പോൾ അഡീഷൻ ഓക്കെ ആയി. അഡീഷൻ അല്ല, അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനുമായി. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് എന്താണ്? ഡിവിഷൻ. ഓക്കെ, ഡിവിഷൻ നോക്കാം.
അപ്പോൾ അതിന് നമുക്കൊരു നമ്പർ എടുക്കാം. ഇപ്പോൾ 4/7 ഡിവൈഡഡ് ബൈ 20 ഡിവൈഡഡ് ബൈ 35. 4/7 ഡിവൈഡഡ് ബൈ 20 ഡിവൈഡഡ് ബൈ 35. അപ്പോൾ ഈ 4/7 ഡിവൈഡഡ് ബൈ 20 ഡിവൈഡഡ് ബൈ 35. അപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ, രണ്ട് ഭിന്നസംഖ്യകളെ തമ്മിൽ ഹരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? തിരിച്ചിട്ടങ്ങ് ഗുണിച്ചാൽ മതി. രണ്ട് ഭിന്നസംഖ്യകളെ തമ്മിൽ നിങ്ങളോട് ഹരിക്കാൻ പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, തിരിച്ചിട്ട് ഗുണിക്കണം. ആരെ തിരിച്ചിട്ട് ഗുണിക്കണം? ആരെ കൊണ്ടാണോ ഹരിക്കേണ്ടത് അവരെ തിരിച്ചിട്ട് ഗുണിക്കുക. എന്തുകൊണ്ടാണ് തിരിച്ചിട്ട് ഗുണിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഒരു ഷോർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി, നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ 4/7 ഇൻറ്റു ആരെ കൊണ്ടാണോ ഹരിക്കേണ്ടത് അതിനെ തിരിച്ചിട്ട് ഗുണിക്കുക. 4/7 ഇൻറ്റു 20/35 എന്നുള്ളതിനെ നേരെ തിരിച്ചിടുക. വിൽക്രമം കൊണ്ട് ഗുണിക്കുക, റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പറയും. സോ 4/7 ഇൻറ്റു 35 ഡിവൈഡഡ് ബൈ 20. അപ്പോൾ നോക്കിക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വെട്ടിക്കളയാമല്ലോ. 7 35 5 പ്രാവശ്യം, 7 7 ഒരു പ്രാവശ്യം, 35 5 പ്രാവശ്യം, 4 4 ഒരു പ്രാവശ്യം, 20 4 5 പ്രാവശ്യം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 4 5 20, 7 5 35, 5/5. 5/5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 5/5 ഈസ് ഈക്വൽ ടു 1. വേറൊരു ഉദാഹരണം നോക്കാം നമുക്ക്. ഇപ്പോൾ 5/6 ഡിവൈഡഡ് ബൈ 25 ഡിവൈഡഡ് ബൈ 24. അപ്പോൾ എങ്ങനെ വരും? ആദ്യം നിങ്ങൾ നോക്കുന്നത് ഹരിക്കാൻ പോകുന്ന സാധനത്തിനെ തിരിച്ചിട്ട് ഗുണിക്കുക. സോ 5/6 ഹരണം എന്നുള്ളത് ഗുണനമാക്കുക, നേരെ തിരിച്ചിട്ട് ഗുണിക്കുക. 25/24 എന്ന് പറയുമ്പോൾ 24 ഡിവൈഡഡ് ബൈ 25 അല്ലേ. ഇവിടെ നമുക്ക് വെട്ടിക്കളയാം. 6 6 ഒരു പ്രാവശ്യം, 24 6 4 പ്രാവശ്യം, 5 5 ഒരു പ്രാവശ്യം, 25 5 5 പ്രാവശ്യം. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 4/5 എന്ന് നമുക്ക് ആൻസർ കിട്ടി. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അപ്പം ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാൻ പഠിച്ചു, കുറയ്ക്കാൻ പഠിച്ചു, ഗുണിക്കാൻ പഠിച്ചു, ഹരിക്കാൻ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. അപ്പോൾ ഈ ചോദ്യം, നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നാൽ 1/6 പ്ലസ് 1/12 പ്ലസ് 1/20 പ്ലസ് 1/30 പ്ലസ് 1/42 പ്ലസ് 1/56 എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എടുത്തു വെച്ച് എല്ലാത്തിൻ്റെയും കൂടി LCM എടുത്ത് കൂട്ടി കുറച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് അത് വലിയൊരു ടാസ്ക്കാണ്. സോ അങ്ങനെ നമ്മൾ ചെയ്യത്തില്ല, നമ്മളൊരു ഷോർട്ട് കട്ട് ഉപയോഗിക്കും. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കിത് എളുപ്പമാണ്. ഇത് ഈ ഒരു പാറ്റേണിൽ ചോദിച്ചാൽ, അല്ലാതെ തോന്നുന്ന പോലെ കുറേ സംഖ്യകൾ എടുത്ത് തരികയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള സംഖ്യകളാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ പാറ്റേൺ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനുവേണ്ടി 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതിക്കൂടെ എഴുതാം. 12നെ നമുക്ക് 3 × 4 എന്ന് എഴുതിക്കൂടെ എഴുതാം. 20നെ നമുക്ക് 4 × 5 എന്ന് എഴുതിക്കൂടെ എഴുതാം. 30നെ നമുക്ക് 5 × 6 എന്ന് എഴുതിക്കൂടെ എഴുതാം. 42നെ നമുക്ക് 6 × 7 എന്ന് എഴുതാമല്ലോ, എഴുതാം. 56നെ നമുക്ക് 7 × 8 എന്ന് എഴുതാമല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചിരിക്കുക. ഇതിലെ ചെറിയ സംഖ്യ എടുക്കുക 3, വലിയ സംഖ്യ എടുക്കുക 8. അതായത് നിങ്ങളിങ്ങനെ ഈ പ്രോഡക്റ്റ് ആക്കി എഴുതിയില്ലേ, അതിൽ ചെറിയ നമ്പർ എടുക്കുക, വലിയ നമ്പർ എടുക്കുക. സോ എന്നിട്ട് ഞാൻ ഈ പറയുന്നൊരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഇൻറ്റു ഗ്യാപ്പ്. അപ്പോൾ എന്താ ഈ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, 2 3 തമ്മിലുള്ള വ്യത്യാസം 1, 3 4 തമ്മിലുള്ള വ്യത്യാസം 1, 4 5 തമ്മിലുള്ള വ്യത്യാസം 1, 5 6 തമ്മിലുള്ള വ്യത്യാസം 1, 6 7 തമ്മിലുള്ള വ്യത്യാസം 1, 7 8 തമ്മിലുള്ള വ്യത്യാസം 1. അതാണ് ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 3 8, പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 3 × 8 അല്ലേ. ഏറ്റവും ചെറുത് സോറി അതിനകത്ത് വലിയൊരു തെറ്റ് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഏറ്റവും ചെറുത് 3 ആണോ? 2 അല്ലേ മക്കളെ? 2. ഓക്കെ, 2 ആണ് കേട്ടോ. അപ്പോൾ 2 - 8 2 × 8 അല്ലെ. വലുതിന് ചെറുത് അങ്ങ് കുറച്ചാലും മതി കേട്ടോ. ഇപ്പം നിങ്ങൾ ഇനി അങ്ങനെ എഴുതിയോണ്ട് 8 - 2 ഡിവൈഡഡ് ബൈ 8 × 2. 8 - 2 6, 8 × 2 16. ഇവിടെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 തന്നെയാണ് ഗ്യാപ്പ് വരുന്നത്. ഗ്യാപ്പ് എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ 16 × 1. അപ്പോൾ 6/16 അല്ലെങ്കിൽ
3/8 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 3/8. അപ്പോൾ ഏകദേശം പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ എടുത്തിട്ട് കുറച്ച് ചോദ്യങ്ങളൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലാസ് കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഇത് ബേസ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. ഫ്രാക്ഷൻസും ഡെസിമൽസും എന്ന് പറയുമ്പം അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. ഇനി അതിൽ പെർസെൻറ്റേജും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.